ഈ കേരള സർക്കാരിൻ്റെയും വനംവകുപ്പിൻ്റെയും ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഭൂമി തിരിച്ചു പിടിക്കുന്നത് അല്ലേ? കേരളത്തിൽ തന്നെ ആദ്യം. കാര്യം ഹാരിസണുമായി ബന്ധപ്പെട്ട ഒരുപാട് ഭൂമി പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതെല്ലാം രാജമാണിക്യം റിപ്പോർട്ട് കൊടുക്കുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പിടിച്ചെടുക്കൽ നടപടിയിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. നിയമ നടപടികളൊക്കെ പോകുന്നു, പല പല പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടെ അത് പിടിച്ചെടുക്കുന്നു. കുളത്തുമല എന്ന് പറയുന്ന കുളക്കുമല എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ ഒരു ഉദ്യോഗസ്ഥന്റെ ഒരു ആർജവമുണ്ട്. ഉദ്യോഗസ്ഥന്റെ ആർജവം എന്ന് പറഞ്ഞാൽ ഒരു CCFന്റെ ആർജവം. അദ്ദേഹം അവിടെ പോകുന്നു, അത് കൃത്യമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഈ CCFനെ പറ്റി പറയുമ്പോൾ തന്നെ വനംവകുപ്പിന്റെ മേധാവി, അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ, അദ്ദേഹം നൽകുന്ന പിന്തുണ ഇതിൽ വളരെ നിർണായകമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണയും ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ അവിടെയും കൂടെ വന്നപ്പോൾ അത് കൃത്യമായി തന്നെ പിടിച്ചെടുക്കാൻ വനംവകുപ്പിന് കഴിയുന്നു. ഈ ഉത്തരവെന്ന് പറഞ്ഞാൽ 1980 അവസാനം ആണ് ഈ ഉത്തരവ്. ഈ ഭൂമി പിടിക്കണമെന്ന് ഹൈക്കോടതി അന്തിമ ഉത്തരവിടുന്നു. എന്നിട്ട് ഇപ്പോഴാണ് പിടിക്കാൻ പറ്റുന്നത്. എത്ര ഏക്കർ? 100 ഏക്കറാണ് ഇപ്പം. അത് ശരിക്കും കൊളുക്കുമല എന്ന് പറയുന്ന സ്ഥലം കണ്ടിട്ടുണ്ടോ? അത് ഭയങ്കര ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ അസാധ്യ പ്രകൃതി ഭംഗിയും അസാധ്യമായ തണുപ്പും കാലാവസ്ഥ ഇതും ഉള്ള സ്ഥലമാണ്. എനിക്ക് തോന്നുന്നു അവിടെ വ്യക്തികൾ കയ്യേറിയിട്ട് അവരത് ടെന്റ് കെട്ടി അവിടെ ഒരു പരിപാടി ഇത് നടത്തുമായിരുന്നില്ലേ? ഹാരിസന്റെ കൈവശമാണ് ഭൂമിയെങ്കിലും സ്വകാര്യ വ്യക്തികൾ ഇതേപോലെ കയ്യേറി അവരുടെ സ്വകാര്യ ഇതൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഹാരിസന്റെ ഭൂമി ആയതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ഇത്രയും കാലം. ഞാൻ 1987 തോന്നുന്നു ഹൈക്കോടതിയുടെ വിധി വരുന്നത്. അതിനുശേഷം കുറച്ച് സർവേ നടപടികളൊക്കെ പൂർത്തിയാക്കി, അതിൻ്റെയൊക്കെ നടപടികൾ 2000 തന്നെ അത് പൂർത്തിയായിരുന്നു. വേണമെങ്കിൽ അപ്പം തന്നെ ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഏറ്റെടുക്കാൻ പറ്റാതെ പോയി. അത് സർവേ നടപടികളൊക്കെ ഇപ്പം വളരെ രഹസ്യമായിട്ടാണ് അത് പൂർത്തിയാക്കി. അവസാനം ഇവർക്ക് തന്നെ, ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഇത് കൈവശം വെച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരിപ്പം വിട്ടുകൊടുക്കുന്നത്. അതിൽ ഈ സർക്കാർ മാറ്റവും നമ്മൾ അതിൽ ഗൗരവത്തോടെ എടുക്കണം. ഇപ്പൊ 10 കൊല്ലം ഭരിച്ച സർക്കാർ മാറി പുതിയൊരു സർക്കാർ വരുന്നു. അപ്പോൾ അവിടുത്തെ ഇതെല്ലാം നോക്കിയിരുന്ന ഒരു ഉദ്യോഗസ്ഥന് വളരെ ശക്തമായി ഇടപെടാൻ, അപ്പം ഈ UDF സർക്കാരിന്റെ ഇച്ഛാശക്തിയും ഒരു അവിടെ ഉണ്ട്. നമ്മൾ ദൗത്യം എന്നൊക്കെ പറയുന്ന VS അച്യുതാനന്ദന്റെ കാലത്ത് മൂന്നാർ ദൗത്യം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇത് ഒതുക്കി വെച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. ഈ LDF സർക്കാരിന്റെ കാലത്ത് ഒതുക്കി വെച്ചിരുന്ന ഉദ്യോഗസ്ഥനാണ്. എനിക്ക് തോന്നുന്നു ഷിബു ബേബി ജോൺ മന്ത്രിയായതിനു ശേഷമാണെന്ന് തോന്നുന്നു ഇദ്ദേഹത്തെ ഇങ്ങോട്ട് വിട്ടത് അല്ല? ഇദ്ദേഹം നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം കുറച്ചു കാലമായിട്ട് ഈ മൂന്നാർ ഈ ഇവിടെ എന്താണ് ആണ്, ഈ ഹൈ റേഞ്ചിന്റെ CCF സർക്കിൾ CCF ആണ്. പക്ഷെ അദ്ദേഹത്തിന് ആക്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു മാസം ആയിരിക്കാം. അത് പക്ഷേ വലിയ സാഹസികമായിട്ടാണ് സർവേ നടത്തിയെന്നാണ് പറയുന്നത്. രഹസ്യമായിട്ട് സാഹസികമായി സർവേ നടത്തി. അതിന്റെ സർവേ നമ്പറുകൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ഈ സർവേ നമ്പറുകളിൽപ്പെട്ട ഭൂമി സർക്കാരിൻ്റെതാണെന്ന് വരുത്തി. അത് വനം വകുപ്പിന്റെ അധീനതയിലാണ്. ഇനിയിപ്പം അവിടെ ഒരു 168 ഏക്കറോളം സ്ഥലം ഉണ്ടെന്നുള്ളതാണ്. അതിൽ 100 ഏക്കറാണ് വനം വകുപ്പിന് അവകാശപ്പെട്ടത്. അതാണ് ഇപ്പം വനം വകുപ്പ് കയ്യിലെടുക്കുന്നത്. ബാക്കി 68 ഏക്കർ റവന്യൂ ഭൂമി ആയിരിക്കാം. അത് ഇനി റവന്യൂ വകുപ്പ് അതിന്റെ നടപടികളൊക്കെ എടുക്കണം. പക്ഷെ ഇപ്പം ഇവര് വനം വകുപ്പിന് അർഹതപ്പെട്ട ഭൂമിയാണ് വനം വകുപ്പ് പിടിച്ചെടുക്കുന്നത്. ഇത്തരത്തിൽ പിടിച്ചെടുക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അത് നടക്കുന്ന സംഭവമാണ്. ഒരു ഭൂമിയും കൈയേറിയ ഭൂമി ഒന്നും പിടിച്ചെടുക്കാൻ പറ്റില്ല. DK വിനോദ് കുമാർ എന്ന് പറഞ്ഞാല് നമ്മള് കേരളം, അദ്ദേഹമാണ് അവിടുത്തെ ഹൈറേഞ്ചിന്റെ CCF. അദ്ദേഹം നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്നത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ട വിഷയമായിട്ടാണ്. യുവമാര് ഈ മാംഗോ ബന്ധപ്പെട്ട വിഷയമാണ്. അതിൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ഒരു മൂന്നാറിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ മേപ്പാടിയിലോട്ട് വരുന്നു. മേപ്പാടിയിലോട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു മുറിച്ചിട്ട മരങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പാസിന് വേണ്ടിയുള്ള അപേക്ഷ. അപ്പോൾ അദ്ദേഹം പരിശോധിക്കുമ്പം ഇത്രയും മരങ്ങൾ എങ്ങനെ മുറിച്ചു. അപ്പോൾ അതിന് അന്ന് ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ചീഫ് സെക്രട്ടറി. ഇന്ന് സ്ഥാനം ഒഴിയാണ്. ജയതിലകിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആദിവാസികളുടെ ഭൂമിയിൽ നിന്നൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ് ഇത് മുറിച്ച് മാറ്റി. ഈ മുറിച്ച് മാറ്റിയിട്ടിരുന്ന മരങ്ങൾ കൊണ്ടുപോകാനുള്ള പാസിന് വേണ്ടിയുള്ള അപേക്ഷയാണ് ഈ മേപ്പാടിയിലെത്തുന്ന റേഞ്ച് ഓഫീസറിന്റെ മുന്നിലേക്ക് വരുന്നത്. പക്ഷെ അദ്ദേഹം പരിശോധിച്ചപ്പോൾ അതിലൊരു പ്രശ്നമുണ്ടെന്ന് തോന്നി. അദ്ദേഹം അനുവാദം കൊടുത്തില്ല, അത് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തില്ല. ഈ അനുവാദം കൊടുക്കാൻ രേഖകൾ വ്യാജമല്ല. അദ്ദേഹത്തിന്റെ മുമ്പിലിരുന്ന രേഖകൾ വെച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഈ ഉത്തരവിനെയൊക്കെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇത് ചെയ്തതാണ്. ആ ഘട്ടത്തിൽ അത് രേഖകൾ വ്യാജമാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അനുമതി കൊടുത്തില്ല. അനുമതി കൊടുക്കാതിരുന്നപ്പം സമ്മർദ്ദം ഉണ്ടായി. അപ്പം ഇതുമായി വന്ന ഇത് മുറിച്ചിട്ടിരിക്കുന്ന ആൻഡോ സഹോദരങ്ങൾ സമ്മർദ്ദം ചെലുത്തി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു റവന്യൂ വകുപ്പിൻ്റെയും കൂടെ സാങ്ഷൻ, അതായത് റവന്യൂ ഭൂമിയിലുള്ള മരമാണ് മുറിച്ചതെന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പാസ് തരാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം നിലപാടെടുത്തു. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ പാസ് അദ്ദേഹത്തിന്റെ മുമ്പിലെത്തി വില്ലേജ് ഓഫീസർ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇതിൽ ഫയല് വെച്ചുകൊണ്ടിരുന്നാൽ സമ്മർദ്ദം കൂടും. ഉടൻ തന്നെ അദ്ദേഹം അതിൻ്റെ നിയമപരമായ വശങ്ങളൊക്കെ വെച്ചിട്ട് അതിലൊരു തീരുമാനം എടുത്തു. ആ അന്വേഷണങ്ങളാണ് പിന്നീട് അതിനുശേഷം ഉണ്ടായ വിവാദവും അന്വേഷണങ്ങളുമാണ് ഈ വ്യാജരേഖ എന്ന് പറയുന്ന വശങ്ങളെല്ലാം വരുന്നത്.
ഇവിടെ ഏറ്റവും നിർണായകമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മരം അവിടെ തന്നെ മുറിച്ചിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊരു വിവാദമാകൂലായിരുന്നു. അവർ കൊണ്ടുപോയി ഇത് പുറത്തോട്ട് കൊണ്ടുപോയി. അത് അമിത ആത്മവിശ്വാസമായിരുന്നു അവർക്ക്. ശരിക്കും നല്ല സപ്പോർട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്. അതായത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞതിന് ശേഷം കൊണ്ടുപോയി. ഈ കൊണ്ടുപോയി എന്ന രഹസ്യം തിരിച്ചറിഞ്ഞത് ഈ DK വിനോദ് കുമാറാണ്. അത് അദ്ദേഹം അവിടുത്തെ വടക്കൻ മേഖലയുടെ ചുമതലയുള്ള CCF. അദ്ദേഹമാണ് അത് തിരിച്ചറിയുന്നത്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നത്. അങ്ങനെയാണ് ഈ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന കേസ് വരുന്നത്. യഥാർത്ഥത്തിൽ മേപ്പാടിയിലെ ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ പിന്നിൽ നിന്നതെങ്കിലും അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുന്നതും അത് ഒരു ഗുരുതരമായ കുറ്റകൃത്യമാണെന്ന് മനസ്സിലാക്കുകയും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ട പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഈ ഷെരീഫ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനാണ് റേഞ്ച് ഓഫീസർ ഇത് കണ്ടെത്തുന്നത്. അതെ, പക്ഷെ അയാളെ കള്ളക്കേസ് കൊടുക്കാൻ അവർ ശ്രമിച്ചല്ലേ? അതെ, അടുത്ത വിജിലൻസ്, അതായത് വനംവകുപ്പിന്റെ വിജിലൻസ്, സാജൻ വരുന്നു. അദ്ദേഹം വന്നിട്ട് വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടുത്തെ മരമുറിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു. ഈ ആൻ്റെ സഹോദരന്മാരെ ഡ്രൈവറിനെ കൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു. പിന്നെ നമ്മളെ മാധ്യമ പ്രവർത്തനായ ദീപക് ധർമ്മടോ ആ സ്ഥലത്തുണ്ടായിരുന്നെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു വല്ലാത്തൊരു ലോബി അതിന്റെ പിന്നിൽ കളിച്ചു. പക്ഷേ ഷെരീഫിന് അനുകൂലമായി കാര്യങ്ങൾ സർക്കാരിനെ അറിയിച്ചതും ഷെരീഫിൻ്റെ എതിരെ ഒരു വലിയ നടപടി, അച്ചടക്ക നടപടി ഉണ്ടാകാതെ നോക്കിയതും DK വിനോദ് കുമാർ. അദ്ദേഹം തന്നെയാണ് സാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എതിരെ അദ്ദേഹം നടത്തിയ കണ്ടെത്തലുകൾ കണ്ടെത്തിയത് എല്ലാം റിപ്പോർട്ട് ചെയ്തു. ഈ മാധ്യമ പ്രവർത്തകൻ്റെ ഫോൺ കോൾ വരെ അതിലുണ്ടായിരുന്നു, ഭീഷണിപ്പെടുത്തുന്ന ഫോൺ കോൾ വരെ വെച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ സാജൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് അന്ന് ചെറിയ നടപടിയൊക്കെ നേരിടേണ്ടത്. പക്ഷെ അതൊക്കെ അദ്ദേഹം മറികടന്നു. അദ്ദേഹം കുറച്ചും കൂടെ സുരക്ഷിത സ്ഥാനത്ത് വന്നിട്ട് റിട്ടയർ ചെയ്ത് പോവുകയാണ് ചെയ്തത്. പ്രൊമോഷനും കിട്ടി. പിണറായി സർക്കാരിന്റെ ഒരു ഗുണമായിരുന്നു. അതെ. അപ്പൊ പക്ഷേ DK വിനോദ് കുമാർ അന്ന് കൊല്ലം സോഷ്യൽ ഫോറസ്ട്രിയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. പിന്നെ എപ്പോഴാണെന്ന് അറിയത്തില്ല, പുള്ളിക്ക് കുറച്ചും കൂടെ നല്ല ചുമതല കിട്ടി. അങ്ങനെയാണ് അദ്ദേഹം ഈ ഹൈ റേഞ്ചിലെ CCF ആയി മാറുന്നത്. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഒരു പക്ഷേ ഈ പഴയ വിധി വന്നതും അതിന്റെ പരിശോധനകളിലേക്ക് പോയത് ആ വസ്തു പിടിച്ചെടുക്കാനൊക്കെ പറ്റിയൊരു സാധനം. അങ്ങനെ പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ജീവനക്കാരോടെല്ലാം നല്ല വണ്ണം പെരുമാറും. നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നോക്കിയാൽ അറിയാം. ഈ ശബരിമല കാനനപാത അദ്ദേഹം അവിടുത്തെ ഉദ്യോഗസ്ഥനാണല്ലോ. ഫുള്ള് ഈ സീസണ് മുമ്പ് പുള്ളി നേരിട്ട് പോയി കാണുന്ന ഒരു കുറെ ചിത്രങ്ങളൊക്കെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. പാമ്പ് പിടുത്തക്കാരനാണ്. പാമ്പ് പിടുത്തത്തിന് ലൈസൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. രാജവെമ്പാലയൊക്കെ പിടിക്കും. രാജവെമ്പാല മൂർഖനെയൊക്കെ പിടിച്ച വീഡിയോ വനം വകുപ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ. ഇദ്ദേഹത്തിന് CCF ഒന്നും പാമ്പ് പിടിക്കാറില്ല. പുള്ളി പാമ്പ് പിടിക്കുന്നതിൽ പുള്ളിക്ക് താല്പര്യം ഉണ്ടെന്നും പുള്ളിക്ക് അത് അറിയാമെന്നും അത് എങ്ങനെയാണ് അത് പുള്ളി പിടിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ഒരു വീഡിയോ. അത് ഒരു സ്ഥലത്ത് പോകുന്ന ഡെമോ വീഡിയോ ആണ്. എന്നാലും അദ്ദേഹത്തിന് അത് അറിയാം, മൂർഖനെ കൈകാര്യം ചെയ്യാൻ അറിയാം, കൈ കൊണ്ട് പിടിച്ച് കൈകാര്യം ചെയ്യാൻ അറിയാം. പക്ഷെ എത്ര CCFമാർക്ക് അല്ലെങ്കിൽ IFSകാർക്ക് ഇതൊക്കെ അറിയാമെന്നുള്ളത് വേറെ കാര്യം. എന്തായാലും കാടിന്റെ സ്പന്ദനങ്ങളൊക്കെ പുള്ളി മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ശബരിമല തീർത്ഥാടകരുമായിട്ട് ആ പാത അതും ചില സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു. അപ്പൊ അങ്ങനെ ഒരു ജനകീയനായ ഉദ്യോഗസ്ഥനാണ്. ഉപരി അദ്ദേഹത്തിന്റെ കാര്യം മുട്ടിൽ മരമുറിയിലെ ഷെരീഫ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്റെ ഭാഗത്താണ് ന്യായം എന്ന് മനസ്സിലാക്കി കണ്ടെത്തിയതാണ്. ശരിക്കും ഈ മുട്ടിൽ അഗസ്റ്റിൻ സഹോദരന്മാരെ പൂട്ടാൻ ഇടപെടുത്തത് ഇദ്ദേഹമാണ്. ഇവര് യഥാർത്ഥ കൊള്ളക്കാർ ഇവരാന്ന് കണ്ടത്. കള്ളക്കാരല്ല, ഈ മരം കടത്തി എന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥൻ ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ ഇൻഫർമേഷനിൽ നിന്നാണ് ബാക്കി കേസുകളെല്ലാം വരുന്നത്. ബെന്നി, DYSP ബെന്നിയാണ് അദ്ദേഹം. ഇപ്പൊ കുറ്റപത്രത്തിന്റെ സ്റ്റേജിലാണ്. ആ കേസിന് എന്താവും അറിഞ്ഞൂടാ. ഇതിന്റെ അകത്ത് തന്നെ ഞാൻ മനസ്സിലാകുന്ന ഈ ഷെരീഫ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെതിരെ ചില അച്ചടക്ക നടപടികൾക്കുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായല്ലോ. അപ്പോൾ ഈ ഷെരീഫ് ഔദ്യോഗികമായി തന്നെ പരാതി കൊടുത്തിരുന്നു ഈ വനം മേധാവിക്ക്. പക്ഷേ പുതിയ വനം മേധാവി അതിനെ ഗൗരവമായി കാണുകയും അദ്ദേഹം അത് വളരെ വിശദമായി പരിശോധിക്കുകയും തെളിവുകളൊക്കെ അനലൈസ് ചെയ്ത് ഷെരീഫ് ആയിരുന്നു ശരിയെന്നും സാജന്റെ ഭാഗത്ത് ഒരുപാട് വഴിവിട്ട കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ മുഖ്യമന്ത്രിക്കോ വനമന്ത്രിക്കോ ഒക്കെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് വെറുതെ ഇരിക്കുകയാണ്. സാജൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു, എന്നാലും ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായി എന്നൊരു റിപ്പോർട്ട് ഇദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അതായത് ഷെരീഫ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന് ക്ലീൻ ചീറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഒന്നും ആയിട്ടില്ല. ഇപ്പം നമ്മൾ ഈ രക്ഷാപ്രവർത്തന കേസ് എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് എന്നൊക്കെ പറയുന്ന പോലെ, ഇത്തരം ഫയലുകൾ മുക്കി വെച്ചിരിക്കുന്ന ഫയലുകളും കൂടെ പൊക്കുകയും അതിൽ ആരെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുകയും ആരെങ്കിലും തെറ്റുകാരാക്കാൻ അവിടെ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഇപ്പം രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ തന്നെയാണ് വേറൊരു മുസ്ലിം ലീഗുകാരനെ കുറ്റപ്പെടുത്താൻ ചെയ്തതാണ്. പക്ഷേ അവിടെ എവിടെ വന്ന് നിൽക്കുന്നു. അതേപോലെ തന്നെ ഒരു ഷെരീഫ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥനെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ അങ്ങനെ ഉള്ളവരെ ശിക്ഷിക്കുക തന്നെ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഈ CCF വിനോദ് കുമാർ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട ആളാണ്. ആ ചരിത്രത്തിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ, അതും ഹാരിസന്റെ ഭൂമിയെ തൊടാൻ ഇവിടുത്തെ സർക്കാരുകൾ മടിച്ചു നിൽക്കുന്ന സമയത്താണ്
കുളുക്കുമല എന്ന് പറയുന്ന അതീവ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടുള്ള ഇടുക്കിയിലെ ആ ഉയർന്ന പ്രദേശത്ത് നിന്ന് 100 ഏക്കർ ഭൂമി വനം വകുപ്പ് തിരിച്ചു പിടിച്ച് എടുത്തിരിക്കും. ഇങ്ങനെ ഒരുപാട് ഭൂമികളുണ്ട്, വനംവകുപ്പിന്റെ ഭൂമി സ്വകാര്യ കേരളത്തിലുടനീളമുണ്ട്. അതെ, വനംവകുപ്പ് ഇതേപോലെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ എല്ലാ ഒരു ചെയ്താൽ ഒരുമിച്ച് ഇദ്ദേഹത്തെ ഒരു ടാസ്ക് ഫോഴ്സ് തലവനാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് ചെയ്താൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വരും. പഴയ മൂന്നാർ ദൗത്യം പോലെ ആവരുത് VS കാലത്ത്.